നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ജനറൽ നേഴ്സിംഗ് GNM എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. +2 ബയോളജി സ്ട്രീം പഠിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, +2 ബയോളജി വിത്ത് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നേഴ്സ് ആവാനുള്ള സുവർണ അവസരമാണ് GNM വഴിയൊരുക്കുന്നത്. GNM കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ബേസിക് BSc നേഴ്സിങ്ങോട് കൂടി അവർക്ക് BSc നേഴ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു നേഴ്സ് ആവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 എനി സ്ട്രീമിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിനിമം 50% മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ബയോളജി സയൻസ് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും. സെക്കൻഡ് പ്രയോറിറ്റിയാണ് അതർ സ്ട്രീമിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സ്റ്റേറ്റിലും കർണാടക സ്റ്റേറ്റിലും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ്, തെലങ്കാന സ്റ്റേറ്റിലേക്കൊക്കെ അഡ്മിഷൻ ഡയറക്റ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഓൺ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള തീരുമാനമായിരിക്കും. അതുകൂടാതെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ എല്ലാം അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അവർക്ക് ഉചിതമായിട്ടുള്ള കാര്യമാണ്. GNMൻ്റെ പ്രധാന സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. അനാട്ടമി ആൻഡ് ഫിസിയോളജി, മൈക്രോബയോളജി, സൈക്കോളജി, സോഷ്യോളജി, ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ്, ഫസ്റ്റ് എയ്ഡ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ പ്രാക്ടിക്കൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 1, എൻവയോൺമെൻറ്റൽ ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പ്രാക്ടിക്കൽ പാർട്ട് 1, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ന്യൂട്രീഷൻ, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒരു പേപ്പറുണ്ട്. സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ മെഡിക്കൽ സർജിക്കൽ പാർട്ട് 1, മെഡിക്കൽ സർജിക്കൽ പാർട്ട് 2, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ഇതാണ് സെക്കൻഡ് ഇയറിൽ വരുന്നത്. തേർഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ മിഡ് വൈഫറി, ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്, മിഡ് വൈഫറി ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് പ്രാക്ടിക്കൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 2, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ജനറൽ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആ സ്കൂൾ ഓഫ് നഴ്സിംഗിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ, ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടുമോ, അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ GNM അഡ്മിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അഡ്മിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, കോളേജുകളെ പറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.